എന്നാ ഞാൻ പൊക്കോട്ടെ. ശരി. രജനി, സുഖമല്ലേ രജനിക്ക്? ഒന്ന് കാണാൻ കഴിഞ്ഞല്ലോ, സന്തോഷം. ഗിരീഷ്, വാക്കുകൾ മുറിയണ്ട. രജനിയുടെ ഏത് ചോദ്യത്തിനും എനിക്ക് ഉത്തരവുണ്ട്. അറിയാം. എനിക്ക് ചോദ്യങ്ങൾ പോലും വരുന്നില്ല. ഞാൻ വിഷമിക്കണ്ട. ഇങ്ങനെ കാണാൻ പറ്റിയ തന്നെ വലിയൊരു ഭാഗ്യമല്ലേ? ഞാൻ അറിഞ്ഞിരുന്നു ഗിരി ഇവിടെ വന്ന കാര്യങ്ങളൊക്കെ. അല്ല മോളെ, എന്താ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല ഇല്ലെങ്കിലേ. ഇദ്ദേഹം? ഞാൻ ഗിരീഷ്, രജനിയുടെ പഴയൊരു ഫ്രണ്ടാ. എന്നാ പിന്നെ ഞാൻ ചെല്ലട്ടെ. മോളെ, അയാളെ നല്ല പരിചയമുണ്ടല്ലോ എനിക്ക്. ഞാൻ മീരെ കണ്ടിട്ടൊരു അങ്കിൾ. ഹലോ, എന്താ ഇവിടെ തന്നെ നിന്ന് കളഞ്ഞത്? ഇപ്പൊ പോയ പയ്യൻ? അത് ഗിരീഷ്. ഓ, അപ്പൊ തനിക്ക് അറിയാമല്ലേ? ആ, മീരയെ രക്ഷിച്ച് ഇവിടെ കൊണ്ടുവന്നത് ഗിരീഷാണ്. നല്ല ക്യാരക്ടറാ പയ്യൻ, ഒരു പെർഫെക്റ്റ് ജെന്റിൽമാൻ. ഓ, നന്ദൻ വിളിച്ച് പറഞ്ഞിരുന്നു ഇയാളെ കുറിച്ച്. സത്യം പറയാലോ, ഒരു മോളുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഗിരീഷിന് കെട്ടിച്ചു കൊടുക്കാൻ ഏതച്ഛനും അമ്മയും ആഗ്രഹിക്കും. വേറെ ചില കാര്യങ്ങൾ പറയാനുണ്ട്. എന്താ? ലോകത്തുള്ള മറ്റാർക്ക് മകളെ കെട്ടിച്ചു കൊടുത്താലും ആ പോയ ഗിരീഷിന് മോളെ കെട്ടിച്ചു കൊടുക്കില്ല എന്ന് പറഞ്ഞവരും ഉണ്ട്. മനസ്സിലായില്ല. നമ്മുടെ രജനിക്ക് പണ്ടൊരു പയ്യനെ ഇഷ്ടമായിരുന്നു എന്നുള്ള കാര്യം തനിക്കറിയാമല്ലോ. പ്രഭ വലിയ സംഭവമാക്കി ഒരുപാട് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായ. അത് ഈ ഗിരീഷായിരുന്നു. ആണോ? ഓ, അപ്പൊ അതാണ് പ്രഭ അന്ന് അങ്ങനെ പറഞ്ഞത്. എനിക്കൊരു ഭയം, മീരയുടെ ആത്മഹത്യാ ശ്രമം പുറത്തറിയുന്നു. മനസ്സിലായില്ല. അതാ മീരയെ രക്ഷിച്ചുകൊണ്ടുവന്ന ആള്. ആ, ഗിരീഷ്. സത്യത്തിൽ അവൻ എന്റെ ശത്രു. ജാനകി, പ്രഭയ്ക്ക് നല്ലത് കണ്ടാ തിരിച്ചറിയാൻ പറ്റില്ലെന്ന് എനിക്കിപ്പോ 100% ഉറപ്പായി. ഗിരീഷ് ഒത്തായിരുന്നെങ്കിൽ എത്ര നല്ലൊരു ലൈഫ് രജനിക്ക് കിട്ടിയനെ.
അന്ന് ഗിരീഷിനെ രജനിയിൽ നിന്നും മുറിച്ചു മാറ്റി. ഇപ്പൊ ദേവികയെ നന്ദനിൽ നിന്നും അകറ്റുന്നു. ദുരഭിമാനം രക്ഷിക്കാൻ വേണ്ടി പലരുടെ ജീവിതവും ഇല്ലാതാക്കാൻ നോക്കുക.